ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വിക്രത്തിൻ്റെ ജാമ്യം കൊടുക്കുന്ന ആ ഒരു ദിവസം വരെയാണ്. അങ്ങനെ ദർശൻ വക്കീൽ വീണ്ടും വാദവും പ്രതിവാദവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ്. അവസാനം നമ്മുടെ വേദര മൊഴി തെറ്റാണ്, വേദ നുണയാണ് പറഞ്ഞതെന്ന് സ്ഥാപിച്ചെടുക്കുകയാണ് കേട്ടോ ദർശൻ. അപ്പോൾ വേദയാണെന്നുണ്ടെങ്കിൽ കോടതിയിൽ പരമാവധി സത്യം പറയുന്നുണ്ട്, ഞാൻ കണ്ടതാണെന്ന് തന്നെ. പക്ഷെ ദർശൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് വിക്രത്തിനോടുള്ള ശത്രുത കൊണ്ടാണ് വേദ ഇങ്ങനെ ഒരു മൊഴി പറഞ്ഞതെന്നും ആക്കിയെടുക്കുകയാണ്. അവസാനം നമ്മുടെ വിക്രത്തിന് ജാമ്യം കൊടുക്കുകയാണ് കേട്ടോ. കാരണം ഇതിൽ കൂടുതൽ അന്വേഷണങ്ങൾ വേണം, അല്ലാതെ ഇത് തെളിയിക്കാൻ പറ്റൂല. ഒരാളുടെ സാക്ഷിമൊഴി കൊണ്ട് മാത്രം ഈ ഒരു കേസ് തെളിയിക്കാൻ പറ്റില്ല. അതുകൊണ്ട് പ്രതിക്ക് ജാമ്യം അനുവദിക്കുന്നു എന്ന് ശങ്കരനാരായണൻ പറയുകയാണ്. അങ്ങനെ കമലാമ്മയ്ക്കൊക്കെ ഭയങ്കര സന്തോഷമാവാണ്. ഈ സമയത്ത് ദർശൻ്റെ അടുത്ത് വന്നിട്ട് വേദ ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണ്, എന്ത് കാരണത്തിൻ്റെ പേരിലാണ് ഇങ്ങനെ വിക്രമിനെ ന്യായീകരിക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ ദർശൻ പറയുന്നുണ്ട്, ഞാൻ ഈ ഒരു കേസ് ഏറ്റെടുത്തതിൻ്റെ കാരണം വേദയുടെ അച്ഛൻ ശങ്കരനാരായണൻ തന്നെയാണെന്ന് പറയൂട്ടോ. അപ്പോൾ അതിൻ്റെ സത്യം അറിയാൻ വേണ്ടിയിട്ട് ശങ്കരനാരായണൻ എൻ്റെ വീട്ടിലേക്ക്, അതായത് വേദയുടെ വീട്ടിലേക്ക് വേദ ചെല്ലുന്നുണ്ട് കേട്ടോ. ഇത്രയാണ് പ്രമോല് കാണിച്ചിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.